നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ് ഞാൻ പറയുന്നത്. അതും മകീരം നക്ഷത്രക്കാരുടെ വിഷുഫലം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വിഷു എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ഒരു സമയം. അന്നാണ് നാം വിഷു ആഘോഷിക്കുന്നത്. ഈ വിഷു വരുന്നത് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടു കൂടിയാണ്. അപ്പോ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് നക്ഷത്രങ്ങളെ 2 ഘടകങ്ങളായി വേർതിരിച്ചിട്ടുണ്ട് പഞ്ചാംഗ വിധി പ്രകാരം. ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഷഡ്ഗമെന്നുമാണ് വേർതിരിച്ചിരിക്കുന്നത്. അപ്പോ ഈ ശൂലത്തിൽ തന്നെ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലമെന്നും അതുകൂടാതെ ഷഡ്ഗം ആദിഷഡ്ഗമെന്നും മധ്യഷഡ്ഗമെന്നും അന്ത്യഷഡ്ഗമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരമുള്ള വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. വിഷു സംക്രമം അനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരം മകീരം നക്ഷത്രം മധ്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ്. ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം എന്നിങ്ങനെ തരംതിരിച്ചിരിച്ച കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിൽ മകീരം നക്ഷത്രം മധ്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ്. ഇവർക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമായ അല്ല കാണുന്നത്. കാരണം എല്ലാവർക്കും വിഷുഫലമായിട്ട് നല്ലത് തന്നെ വരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവർക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല, ഈ മകീരം നക്ഷത്രക്കാർക്ക്. ബന്ധുജനങ്ങളുടെ വിരോധം ഇവർക്ക് ഈ വിഷുഫലമായി കിട്ടുന്നതാണ്. ബന്ധുജന വിരോധമുണ്ടാകും, ബന്ധുജനങ്ങളുമായി അകൽച്ചയുണ്ടാവും. അതുകൂടാതെ ചിലരുടെ വേർപാടും, പ്രത്യേകിച്ച് വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ വേർപാടും ഈ വിഷുഫലമായി ഇവർക്ക് വന്നു ചേരുന്നതാണ്. സ്വന്തക്കാരിൽ നിന്നും പലവിധ എതിർപ്പുകളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടെയുള്ളവർ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയും ഉണ്ടാവും. അതായത് ഇന്നലെ വരെ അവർ സ്വന്തമെന്ന് വിചാരിച്ചിരുന്നവർ പോലും നമ്മളെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഈ സമയത്ത് ഉണ്ടാകാൻ ഇടയുള്ളതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുള്ള അപമാനം നമ്മൾക്ക് സഹിക്കേണ്ടതായിട്ടും വരാം. ഈ വിഷുഫലമായിട്ട് മകീര നക്ഷത്രക്കാർക്ക്, ഈ മകീര നക്ഷത്രക്കാർക്ക് എന്നെ വിളിച്ച് അല്ലെങ്കിൽ കമന്റിൽ ഇതൊക്കെ എഴുതിയിട്ട് കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെയാണ് പറയുന്നത്. എല്ലാ നക്ഷത്രക്കാർക്കും വിഷുഫലമായിട്ട് ഗുണം തന്നെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉള്ളതുപോലെ പറയുന്നതിൽ വിഷം വിചാരിച്ചിട്ട് കാര്യമില്ല. അതുകൂടാതെ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനം കേൾക്കാനും ഇവർക്ക് ഇടവരും. മനപ്രയാസം ഉണ്ടാകുന്ന വാക്കുകൾ കേൾക്കാനും ഇവർക്ക് ഈ വിഷുഫലമായി അവസരം വരും. മനക്ലേശം ഇവർക്ക് വളരെയധികം ഉണ്ടാകുന്ന സമയമാണ്. മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാവും. അനാവശ്യമായ ചിന്തകൾ മൂലം ഇവർക്ക് സമാധാനക്കുറവ് വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് കുറച്ച് ജാഗ്രത വേണ്ട സമയമാണ് ഈ സമയം. അതായത് കുറച്ച് ജാഗ്രതയോടെ നിന്നാൽ
പല കാര്യങ്ങളെയും ഇവർക്ക് അത് തടുത്തു നിൽക്കാനും അതിനെ പ്രതിരോധിക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. ചെയ്യുന്ന പ്രവൃത്തികൾ 2 വട്ടം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മുക്തി കിട്ടുന്നതാണ്. അതുകൂടാതെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഇവർ എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല. അപ്പൊ എടുത്തു ചാടി ഒരു കാര്യവും ഇവർ ചെയ്യരുത്. അനാവശ്യമായ ചിന്തകൾ ഇവരുടെ മനസ്സിൽ ഇവർ കൊണ്ട് നടക്കരുത്. സഹായം കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് ചിലപ്പോൾ സഹായം കിട്ടിയെന്നും വരില്ല. ഇവർ പ്രതീക്ഷിച്ചിരുന്ന ചില സഹായങ്ങൾ പോലും ഇവർക്ക് കയ്യിലോട്ട് വന്ന് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഇവര് വിചാരിക്കുന്നത് പോലെ നടക്കാതെയും വരാം. ജാതകത്തിലെ ഗ്രഹനിലയും ദശാപഹാരങ്ങളും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചില മാറ്റങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാനിത് പറയുന്നത് വിഷു സംക്രമ പുരുഷന്റെ ഇതനുസരിച്ച് ഉള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ജാതകത്തിൽ നല്ല സമയമാണ്, നല്ല ദശാസമയവും നല്ല ദശാപഹാര സമയവും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലം ചിലപ്പോൾ ഇവർക്ക് കിട്ടിയില്ല എന്നും വരാം. അപ്പോൾ അതുകൊണ്ട് ഈ ദോഷാനുഭവങ്ങളെ ഇവർക്ക് ജാതകത്തിലെ നല്ല ഫലം കൊണ്ട് ഇവർക്ക് തടുത്തു നിർത്താനും സാധിക്കുന്നതാണ്. പൊതുവെ നോക്കുമ്പോൾ ഇവർക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമായി അല്ല കാണുന്നത്. ഇവർ അതിന് പ്രതിവിധിയായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇവരുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കുകയും കുടുംബദേവതക്ക് വഴിപാട് നടത്തി അവരെ പ്രസാദിപ്പിക്കുകയും ചെയ്താൽ കുറേയൊക്കെ കാര്യങ്ങൾക്ക് ഇവർക്ക് തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ കുടുംബദേവത ഒരു കുടുംബദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുടുംബത്തെ സംരക്ഷിക്കുന്ന ദേവതയാണ്, ഇല്ലേ? അതുകൊണ്ടാണ് കുടുംബദേവത എന്ന് പറയുന്നത്. അപ്പൊ ആ കുടുംബദേവതക്ക് വഴിപാട് നടത്തിയാൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഇവർക്കുണ്ടാവും. അതുകൂടാതെ നക്ഷത്ര ദേവതയായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക, അതായത് ഈ മകീര നക്ഷത്രക്കാരുടെ ദേവത ചന്ദ്രന്റെ. അപ്പൊ ചന്ദ്രനെ പ്രീതിപ്പെടുത്തിയും മുന്നോട്ട് പോയാൽ ഇവർക്ക് നല്ലതാണ്. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇവര് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മനക്ലേശങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോവുകയും മനപ്രയാസങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോ ഞാൻ ഇവിടെ പറയുന്ന ഈ മകീര നക്ഷത്രക്കാരുടെ വിഷുഫലം പഞ്ചാംഗ വിധി പ്രകാരം ഉള്ള ലക്ഷണമനുസരിച്ചുള്ള ഈ വീഡിയോയിൽ പറയുന്ന പഞ്ചാംഗ വിധി പ്രകാരമുള്ള ലക്ഷണമനുസരിച്ചുള്ള കാര്യങ്ങൾ മകീര നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല എങ്കിലും അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ ജാതകത്തിലെ അനുകൂലമായ സ്ഥിതി ഉണ്ടെങ്കിൽ ഇവർക്ക് ഇതിനെ നേരിടാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.